ഹായ് മക്കളുമാരെ, ഞാനേ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? ഒരു എണ്ണ കാച്ചാൻ പോവാണ്. എന്റെ തലയ്ക്ക് തേക്കുന്ന, അതായത് ഞങ്ങൾ ഇവിടുത്തെ വീട്ടിൽ എല്ലാവർക്കും, മക്കളുമാരും ഞാനും പപ്പയും എല്ലാം തേക്കുന്ന ഒരു എണ്ണയാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇതാണ് തേക്കുന്നത്. എങ്ങനെയാണ് ഞാൻ എണ്ണ കാച്ചുന്നതെന്ന് കാണിച്ചു തരാം. തലയ്ക്ക് നല്ല തണുപ്പും തലവേദനയൊന്നും ഉണ്ടാവില്ല, മുടി നന്നായിട്ട് വളരും, നല്ല കറുപ്പ് നിറമായിരിക്കും. അങ്ങനെയുള്ള എണ്ണ ഞാൻ എങ്ങനെയാണത് കാച്ചുന്നതെന്നുള്ളത്, എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. വാ, കണ്ട, ഇത് കറ്റാർ വാഴയുടെ പൾപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ആ ലീഫിൻ്റെ ആ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പൾപ്പ്. പിന്നെ ഇത് കണ്ട, ഇത് പിന്നെ എന്നാണ്, ചെമ്പരത്തിയുടെ പൂവാണ്. ഇത് ചെമ്പരത്തിയുടെ ഒരു 3-4 തളിരില. ഇത് 3-4 തളിരില. ഇതെന്താണെന്നറിയാമോ? കറിവേപ്പില. ഇത് തുളസി ഇല. ഇതാണ് ഇതിലെ ഹൈലൈറ്റ് എന്നല്ല, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കൈതോന്നിയാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഈ കൈതോന്നി ഞാനിത് കൈതോന്നിയുടെ വേര് മുതൽ അതിന്റെ തണ്ട് വരെ എല്ലാം എടുക്കാം. ഞാൻ പിന്നെ കുറച്ച് എണ്ണ കാച്ചുന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് അതിന്റെ ഇലയും അതിന്റെ കുറച്ച് തണ്ടും കൂടെ അരിഞ്ഞിട്ടേക്കുന്നത്. കൈതോന്നിയുടെ സമൂലം എടുക്കാന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്, കേട്ടാ. അപ്പൊ ഇത് കൈതോന്നിയാണ്. ഇതെല്ലാം കൂടെ മിക്സിയിൽ ഞാനിപ്പോൾ അടിക്കാൻ പോവാണ്. അടിച്ചിട്ട് അത് നമുക്ക് കുറച്ച് വറ്റിച്ചതിന് ശേഷം എണ്ണയിലോട്ട് ആഡ് ചെയ്യും. അപ്പം ഇതിനിതാ ഈ ജാറിനകത്തോട്ട് ഞാൻ ഇടാൻ പോവാണ് അരയ്ക്കാനായിട്ട്. പൂവ്, കൈതോന്നി, മൈലാഞ്ചി ഇല ഉണ്ടെങ്കിലേ, മൈലാഞ്ചി ഇല ഇപ്പൊ രാത്രിയായി പോയതുകൊണ്ട് സാധാരണ അതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കും, മൈലാഞ്ചി ഇല ചേർക്കും. ഇപ്പൊ രാത്രിയായി പോയതുകൊണ്ട് ഇനിയിപ്പോ മൈലാഞ്ചി ഇല എടുക്കാൻ അങ്ങ് വീട്ടിൽ പോകണം, കുടുംബ വീട്ടിൽ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് ആക്കുന്നത്, കേട്ടാ. കൈതോന്നിയുടെ പൾപ്പ് കുറച്ചുള്ള ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൈതോന്നിയല്ല, കറ്റാർ വാഴയുടെ പൾപ്പ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും. പിന്നെ അത് മുടി നന്നായിട്ട് കറക്കും, മുടി നന്നായിട്ട് വളരും. ഉണക്ക നെല്ലിക്ക അതേ ഇട്ട് അരച്ചാലും അതും നല്ലതാണ്, കേട്ടോ. എണ്ണ കാച്ചുമ്പോൾ ഉണക്ക നെല്ലിക്ക ഇട്ട് അരച്ചാലും അതും നല്ലതാണ്. അപ്പൊ ഞാൻ ഇന്ന് ചേർക്കുന്നത് ഇത്രയും കാണും. അപ്പൊ ഇനി ഇത് അരയ്ക്കാൻ പോവാണേ. അരച്ചതിന് ശേഷം കാണിച്ചു തരാം. കണ്ട, ഞാൻ ഇത് അരച്ചത് അരച്ച് ഞാൻ ആ ജഗ് നമ്മൾ ആ ജാറും കൂടെ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കഴിയും. കണ്ട, കളർ കടും പച്ച കളർ കണ്ട, ഇലകളല്ലേ. അപ്പം ഇനി ഇത് അടപ്പ വെച്ച് എന്താണെന്നറിയാവോ? ഈ അടപ്പ വെച്ച് ഇതിനെ ഇച്ചിരി വറ്റിച്ചതിന് ശേഷമാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടപ്പ വെക്കാം. ഓക്കെ, ഇനി ഇത് കിടന്നൊന്ന് തിളക്കട്ടെ. ഇത് കുറുവിയിരിക്കുന്ന സാധനമാണ്. അപ്പം തിളച്ച് പുറത്തോട്ട് പോകാതെ ശ്രദ്ധിക്കണം. തിളയ്ക്കുമ്പോൾ നിങ്ങൾ തീ കുറച്ച് വെക്കണം ഇച്ചിരി. ഇപ്പൊ ഞാനത് മാക്സിമം തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് തിളയ്ക്കുമ്പോഴത്തേന് എന്നായെന്നറിയാവോ? ഇത് ഇച്ചിരി കുറുവിയിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ തെറിക്കാതിരിക്കാനായിട്ട് തീ അന്നേരം അങ്ങ് കുറയ്ക്കണം. അപ്പൊ ഇത് ആകുന്നവരെ നമുക്ക്, ഇനി ഞാൻ പോയി എണ്ണയൊക്കെ എടുക്കട്ടെ. ഇത് കിടന്നൊന്ന് തിളക്കട്ടെ. കണ്ടോ, തിളയ്ക്കാൻ തുടങ്ങി. അപ്പൊ തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ ഇച്ചിരി ഇളക്കി വെച്ച് കൊടുക്കണം. അതായത് ഇതിന്റെ അടി പിടിക്കാൻ പാടില്ല. ഇത് ഇപ്പം വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. പക്ഷെ ഇപ്പൊ എണ്ണ ഒഴിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ എണ്ണയും വെള്ളവും എല്ലാം കൂടെ കിടന്ന് ഇതാകും. അതുകൊണ്ട് ഈ വെള്ളം, ഇതിനകത്തുള്ള വെള്ളത്തിനെ അങ്ങ് വറ്റിക്കും. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ആക്കുന്നത്, കേട്ടോ. കണ്ട, ഇപ്പൊ ഇതിലെ വെള്ളം, നമ്മളതിനകത്ത് കൈ ഈ ജാറ് കഴുകി ഒഴിച്ച വെള്ളമൊക്കെ പോയി. ഇപ്പൊ നോക്കിയേ, അതിന്റെ അരച്ചത് മാത്രമാണുള്ളത്. ഈ സന്ദർഭത്തിലാണ് എന്ത് വേണ്ടത്? നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട.
ഉം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ മേടിച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു 400 ഗ്രാം വെളിച്ചെണ്ണയൊക്കെ കാണുമായിരിക്കും. ഇനി ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ആകണം. എന്താ ഇച്ചിരി ഒന്ന് ഇത് എണ്ണ ഒഴിക്കത്തില്ലേ, അപ്പോൾ ഒരു ചെറുതായിട്ട്, അതായത് ഈ എണ്ണ ഒന്ന് ചൂടായി വരാനായിട്ട് ഒരു ഇച്ചിരി തീ ഒന്ന് കൂട്ടിയേക്കണം. അടുപ്പിൽ തീയാണ്, ആ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഈ പത ഉണ്ടോ, ഈ പതയെന്ന് പറയുന്നത് ഇതിനകത്തുള്ള വെള്ളത്തിന്റെ ഇതാണ്. അതായത് ചെറിയൊരു ജലാംശമുണ്ട്. ഈ പത മാറുന്ന വരെ നമ്മൾ മാറി കഴിയുമ്പോഴാണ് ഇത് പിന്നെ മൂക്കാൻ തുടങ്ങുന്നത്. ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോൾ ഇതൊരു പച്ച കളർ എണ്ണയാവും. കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഭൃംഗരാജ്. ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കൈതോന്നിയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കണ്ട ഈ എണ്ണയ്ക്കൊരു പച്ച കളർ വന്ന കണ്ട. ഈ പച്ച കളറ് നല്ല മണം വരുന്നില്ലേ മോളെ? ഇനി ഇതുണ്ട്, ഈ കാണുന്ന പതയില്ലേ, ഈ പത കംപ്ലീറ്റ് മാറണം. അപ്പം മാത്രമേ നമ്മുടെ എണ്ണ പാകമാകത്തുള്ളൂ. അതുകൂടാതെ പാകമാകുമ്പോൾ നമ്മൾ ഇതിന്റെ തരിയില്ലേ, അതാണ്ട് ഈ കാണുന്നത് ഇതിനകത്ത് ഇതിലൊട്ടിയിരിക്കുന്നത്, അത് മണൽത്തരി പോലെ ഇരിക്കണം. അതാണ് നമ്മുടെ എണ്ണയുടെ പാകം. നമ്മുടെ എണ്ണയായി. ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടെണ്ണയല്ലേ, ആ എണ്ണ ഇരുന്ന് തന്നെ ഇത് കുറച്ച് മോരി. ഇപ്പം തന്നെ ഇത് ആയിട്ടുണ്ട്, നല്ല ചൂടാണേ. ആയി, നല്ല അതായത് മണൽത്തരി പോലെ ആവും. ഇനി ഇതിനെ ഞാൻ ഓഫാക്കുകയാണ്. ഇത് ഇരുന്ന് തണുത്തിട്ട് നമുക്ക് അരിക്കാം. ഒരു നല്ല വെള്ള തുണി ഉണ്ടെങ്കിൽ അതിനകത്താണ് അരിക്കേണ്ടത്. ഇനി ഇതിനും തണുക്കട്ടെ. ഇത് ഇരുന്ന് തന്നെ കുറച്ചത് മൂക്കും, കാരണം ഇത് ചൂടെണ്ണയല്ലേ. അപ്പൊ ഇനി അരച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇത് കോട്ടൺ തുണിയാണ്. ഈ കോട്ടൺ തുണിയിലാണ് ഞാൻ എണ്ണ അരിക്കാനായിട്ട് എടുക്കുന്നത്. നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം. ഇത് നല്ല കഴുകി ഉണങ്ങി കിടന്ന നല്ല വൃത്തിയുള്ള തുണിയാണ്. ഈരേഴം തോർത്തായിരുന്നു. ഈരേഴം തോർത്തെന്ന് പറഞ്ഞാൽ നമ്മള് കണ്ണിയുള്ള ചെറിയ തോർത്തില്ലേ, വെള്ള തോർത്ത്, അതാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. അതാണ് സാധാരണ എല്ലാവരും എടുക്കാറുള്ളത്. ഞാനിത് എടുത്തതിന് ശേഷം ഓർത്ത്. കണ്ടോ, ഞാൻ അരിച്ച എണ്ണയാണിത്. അരിച്ച എണ്ണ ഞാൻ എന്താണ് ബോട്ടിലേൽ ഒഴിച്ചു വെക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഞാനൊരു ചെറിയ കുപ്പിയിൽ എടുത്ത് ഒഴിച്ചെടുക്കും. നമ്മൾ ആ തുണി കൊണ്ടേ അരച്ചത് കൊണ്ടാണ് ഒട്ടും എക്കല് ഒന്നും വന്നില്ല. അങ്ങനെ നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണ റെഡിയായി. കണ്ട, ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നറിയാമോ? 100 ഗ്രാം എണ്ണയ്ക്ക് പുറത്ത് തന്നെ അതിന് തന്നെ നല്ല വിലയാണ്.
ഞാൻ ചിലപ്പോൾ എണ്ണ തീരുമ്പോഴത്തേന് തീർന്നിരിക്കുകയാണ്, പിന്നെ കാച്ച സമയമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും. നല്ല വിലയാണ്. എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. എന്നാലും ഇതിപ്പോൾ എന്താ വേണ്ട. ഇനി നമ്മുടെ ആവശ്യത്തിന് എടുത്ത് നല്ല തള്ളയ്ക്ക് കുളിർമയാണ്, തലവേദനയൊന്നും ഉണ്ടാവില്ല, മുടി നല്ല കറുപ്പായിരിക്കും, മുടി തഴച്ചു കുറയും, താരൻ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലേ. ഇത് അടിപൊളി തലയ്ക്ക് വെക്കുന്ന എണ്ണയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.